ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്കെതിരെ ആക്ഷേപകരമായ പരാമർശമാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് വക്താവ് ഷമാ മുഹമ്മദ് നടത്തിയത്. അതിലവർ ഖേദം പ്രകടിപ്പിച്ചില്ല, പക്ഷെ അവരുടെ ട്വീറ്റ് അവർ പിൻവലിച്ചിരുന്നു. പക്ഷെ ഇപ്പോ ഓസ്ട്രേലിയക്കെതിരെ അതിശക്തമായ വിജയം നേടിക്കൊണ്ട് ദുബായിൽ നടന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ ഓസ്ട്രേലിയയെ തോൽപ്പിച്ചുകൊണ്ട് ഇന്ത്യ കാര്യമായ മുന്നേറ്റം നടത്തി ഫൈനലിലെത്തി. അത് രോഹിത് ശർമ്മയുടെ ഒരു വിജയമാണ്. ഷമയുടെ വാദങ്ങൾക്കുള്ള ഒരു തിരിച്ചടിയാണ്. കാരണം രോഹിത് ശർമ്മ ഫിറ്റ് അല്ല എന്നാണ് ഷമ പറഞ്ഞിരുന്നത്. ഇപ്പം ഈ വിമർശകരെയൊക്കെ വായടപ്പിച്ചുകൊണ്ട് ലോക റെക്കോർഡിലേക്ക് കടന്നിരിക്കുകയാണ് ഇന്ത്യയുടെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ. അദ്ദേഹം 28 റണ്ണാണ് 29 ബോളിൽ നിന്ന് കഴിഞ്ഞ ദിവസം ദുബായിൽ നേടിയത്. അത് അദ്ദേഹത്തിന്റെ 28 റൺ നേടുന്നത് 3 ബൗണ്ടറിയിലൂടെയും ഒരു സിക്സറും ഉൾപ്പെടെയാണ് 28 റൺ അന്ന് രോഹിത് ശർമ്മ നേടുന്നത്. അത് ICC ടൂർണമെന്റിലെ രോഹിത് ശർമ്മയുടെ 65ാമത്തെ സിക്സറാണത്. അങ്ങനെ ഏറ്റവും കൂടുതൽ ICC ODIയിൽ ഏറ്റവും കൂടുതൽ സിക്സർ നേടുന്ന താരമായിട്ട് രോഹിത് ശർമ്മ മാറിയിരിക്കുകയാണ്. വെസ്റ്റ് ഇൻഡീസിന്റെ ക്രിസ് ഗെയിലായിരുന്നു ഇതുവരെ ICC ODIയിലെ ഏറ്റവും കൂടുതൽ സിക്സർ നേടിയ റെക്കോർഡ് ഉണ്ടായിരുന്നത്. 64 സിക്സറാണ് അദ്ദേഹം നേടിയത്. ദുബായിൽ വെച്ച് രോഹിത് ശർമ്മ ആ റെക്കോർഡ് ഭേദിച്ചിരിക്കുകയാണ്. ആകെയുള്ള വൺഡേ മത്സരങ്ങളിൽ 331 സിക്സറുകളാണ് ഇതുവരെ രോഹിത് ശർമ്മ നേടിയത്. ഏറ്റവും കൂടുതൽ സിക്സർ നേടിയ താരം പാകിസ്ഥാന്റെ അഫ്രീഡിയാണ്. അഫ്രീഡി 351 സിക്സറാണ് നേടിയത്. ശ്രീലങ്കയുടെ സനത് ജയസൂര്യ 270, 5ാം സ്ഥാനത്തുള്ള ഇന്ത്യയുടെ ധോണി 229 സിക്സറുകളാണ് നേടിയിട്ടുള്ളത്.